പൈത്തൺ ഗ്രാഫിക്സ് 10ാം ക്ലാസ്സിലെ ഐടിയിലെ പൈത്തൺ ഗ്രാഫിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് പ്രാക്ടിക്കലിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള 1-2 ചോദ്യങ്ങളിലൂടെ നമ്മൾ ആ പ്രാക്ടിക്കലിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതും എങ്ങനെ ടൈപ്പ് ചെയ്ത് അതിൽ ഔട്ട്പുട്ട് 1ൽ കാണുന്നത് പോലെയുള്ള സംഭവം നമുക്ക് എങ്ങനെ റൺ ചെയ്തെടുക്കാം, അതിനെ എങ്ങനെ ഔട്ട്പുട്ട് 2ൽ പോലെ ആക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. A Python program and its output 1 is given here. ഇത്രയേ ഉള്ളൂ. ഒരു പൈത്തൺ പ്രോഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ഇതായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റൺ ചെയ്ത് നോക്കണം. ടൈപ്പ് ദ ഗിവൺ പ്രോഗ്രാം ആൻഡ് റൺ ഇറ്റ് സോ ആസ് ടു ഗെറ്റ് ദ ഫസ്റ്റ് ഔട്ട്പുട്ട്. ഈ ഫസ്റ്റ് ഔട്ട്പുട്ട് കിട്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ. റീറൈറ്റ് ദ സെയിം പ്രോഗ്രാം ടു ഗെറ്റ് സെക്കൻഡ് ഔട്ട്പുട്ട് 2. അതായത് ഈ ഒരു പ്രോഗ്രാമിനെ റീറൈറ്റ് ചെയ്യണം, സെക്കൻഡ് ഔട്ട്പുട്ട് കിട്ടുന്ന വിധത്തിലേക്ക് റീറൈറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ സേവ് ചെയ്യണം. നമ്മുടെ exam10 എന്ന ഫോൾഡറിനകത്ത് സാധാരണ ചെയ്യുന്ന പോലെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ സെയിം സംഭവം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ പരിപാടി എന്താ, ആദ്യം നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പൈത്തൺ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇതേപോലെ ഒന്ന് കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് 2ൽ പോലെ കിട്ടും. ആ ഒരു 2ൽ പോലെ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ പ്രോഗ്രാംസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ അകത്താ. ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു IDE ആണ്. അത്തരത്തിലുള്ള ഒരു IDE ആണ് ഐഡിൽ എന്ന് പറയുന്നത്, അഥവാ IDLE. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൈത്തൺ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് റൺ ചെയ്യാനൊക്കെ പറ്റുന്ന IDE ആയ IDLE അഥവാ ഐഡിൽ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ് ഐഡിൽ. ഓക്കെ, ഐഡിൽ എന്ന് പറയുന്നത് ഒരു IDE ആണ്. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. പൈത്തൺ പോലുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ടൈപ്പ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു IDE ആണ് ഐഡിൽ അഥവാ IDLE. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ പൈത്തൺ ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നത് ഷെൽ പ്രോംപ്റ്റ് ആണ്. നമുക്ക് ഇവിടെയല്ല നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടേ ഫയലിൽ ന്യൂ ഫയൽ കൊടുക്കണം. ഫയലിൽ ന്യൂ ഫയൽ, തെറ്റിക്കരുത്. ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യും, ഇവിടെ അല്ല, ഫയലിൽ ന്യൂ ഫയൽ. അപ്പോൾ കാണുന്നില്ലേ ഈ ഒരു പുതിയ വിൻഡോ, ഇതിനെയാണ് എഡിറ്റർ വിൻഡോ എന്ന് പറയുന്നത്. ഈ എഡിറ്റർ വിൻഡോയിലാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം അതേപോലെ ടൈപ്പ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള പ്രോഗ്രാം ഒന്നും തെറ്റാതെ, ഒരു കാര്യങ്ങളും തെറ്റാതെ സ്പേസ്, ഈ ഒരു സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ ടാബ് സ്പേസുകളൊക്കെ കൃത്യമായി കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ കൃത്യമായത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം അതേപോലെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തെറ്റുകളൊന്നും വരുത്താതെ ടൈപ്പ് ചെയ്യണം. തെറ്റുകൾ വരുത്തിയാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് 1 നമുക്ക് കിട്ടില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചേഞ്ച് വരുത്തുക, എന്നിട്ട് ചെയ്യാം. എന്ത് ചെയ്യണം, ഇനി നമുക്കിതിനെ സേവ് ചെയ്യണം അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയലിനെ സേവ് ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുക. ഈ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ. നമ്മളോട് പറഞ്ഞ ഫോൾഡറിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. എവിടെ, exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് exam10 എന്ന ഫോൾഡർ കാണാം. exam10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക, _ ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്, ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. _ ഇടാൻ അറിയാലോ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് _ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് _ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, സേവ് എന്നീ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ആ സേവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സേവ് ചെയ്ത ആ ഒരു പേര് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് 1ൽ പോലെ ഇത് വന്നിട്ടുണ്ടോ എന്ന് കാണണ്ടേ. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ, ഈ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിൻഡോനെയാണ്, ഒരു പുതിയൊരു വിൻഡോയിലല്ലേ വന്നത്, ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ പൈത്തൺ ഗ്രാഫിക്സ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, തിയറിയിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നല്ലോ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയല്ലേ വന്നത്. ഇനി നമുക്ക് എന്ത് വേണം, ഈ ഒരു പ്രോഗ്രാമിൽ എന്തൊക്കെയോ മാറ്റം വരുത്തിയിട്ട് ഈ ഔട്ട്പുട്ട് 2ൽ പോലെ മാറ്റണം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ എന്ത് മാറ്റം ഉള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് റെഡ് കളർ വന്ന സ്ഥലത്ത് ഇവിടെ ബ്ലൂ കളറായി അല്ലേ.
അതേപോലെ ഗ്രീൻ കളറിലാണ് ഈ ഷേപ്പ് വരച്ചിരിക്കുന്നത്, ഇവിടെയൊക്കെയുള്ള ഈ ഒരു ഷേപ്പുകൾ വരച്ചിരിക്കുന്നത് ഗ്രീൻ കളറിലാണ്. അതിൻ്റെ ആ ഒരു ലൈൻസിനാണ് വരച്ചിരിക്കുന്നത്. ഗ്രീന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, യെല്ലോ കൊടുക്കണം. അപ്പോൾ റെഡ് കളർ കൊണ്ട് ഫില്ല് ചെയ്ത സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം, ബ്ലൂ ആക്കണം. വരക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ കളർ മാറ്റി യെല്ലോ കൊടുക്കണം. ആ വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ നോക്കിയേ, കളർ എന്നൊരു കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, കളർ എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. കളർ കമാൻഡിനകത്ത് ഇവിടെ നമ്മളിങ്ങനെ ഗ്രീൻ എന്നും റെഡ് എന്നും കൊടുത്തത് കാണാം, രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തിയറിയിലായാലും പ്രാക്ടിക്കലിലായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് നമുക്കത് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ അത് ഔട്ട്ലൈനിൻ്റെ കളറാണ്. ഓക്കെ, വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളറാണ്. റെഡ് എന്ന് പറയുന്നത് അഥവാ രണ്ടാമത് ഏത് കളർ കൊടുക്കുന്നോ രണ്ടാമത് ഇവിടെ കൊടുക്കുന്ന കളറായിരിക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടാമത് കൊടുക്കുന്ന കളറായിരിക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും എറർ വരികയാണ്, മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത കോഡിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും എററുകൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എവിടെയാണ് തെറ്റ്. ചിലപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയാൽ അവിടെ എറർ വരും, അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രീൻ എന്നത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രീൻ അല്ലല്ലോ വേണ്ടത്, ഈ ഗ്രീൻ എന്നത് നമുക്ക് മാറ്റിയിട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ചോദ്യത്തിൽ എന്താ ഉള്ളത്, യെല്ലോ ആണല്ലേ, ആ യെല്ലോ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്തു. അടുത്തത് എന്താ, ഫില്ല് ചെയ്തിരിക്കുന്നത് റെഡ് ആണ്, റെഡ് മാറ്റിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് 2ൽ എന്താ ഉള്ളത്, ബ്ലൂ അല്ലേ, അപ്പോൾ ഈ റെഡ് മാറ്റിയിട്ട് BLUE ബ്ലൂ എന്ന് കൊടുക്കാം. വേറെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, ആ രണ്ടെണ്ണയിലേ പാർട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മാറ്റം വരുത്തിയിട്ടുള്ള ഫയൽ സേവ് ചെയ്യണം. ഫയലിൽ സേവ് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഫയലിൽ സേവ് കൊടുത്താൽ മതി, കാരണം ഓൾറെഡി നമ്മളിത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റം വരുത്തിയിട്ട് ജസ്റ്റ് ഫയൽ സേവ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ഫോൾഡറിൽ തന്നെയാണ് സേവ് ചെയ്തത്, അവിടെ തന്നെ അത് സേവ് ആയിക്കോളും. ഇനി എന്ത് ചെയ്യുക, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കുക. ഓക്കെ അല്ലേ, ഈ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയല്ലേ വേണ്ടൂ, നമ്മൾ ഓൾറെഡി ഇത് സേവ് ചെയ്തിട്ടാണ് റൺ ചെയ്തത്, അതുകൊണ്ട് ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഒരു ചോദ്യം ഇവിടെയുണ്ട്, ചോദ്യത്തിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഇത്രയേ പറയുന്നുള്ളൂ. ചോദ്യം വായിച്ചു നോക്കാം, സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കണം, ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടും. ഈ ഔട്ട്പുട്ട് 1 എന്തൊക്കെയോ ഈ ഒരു പ്രോഗ്രാമിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 2 ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഔട്ട്പുട്ട് 2 ആയിട്ട് നമുക്ക് കിട്ടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ചെറിയൊരു ഡിഫറൻ്റ് ആണ് അല്ലേ, കളർ മാത്രമല്ല ഇവിടെ വ്യത്യാസമുള്ളത്, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ആദ്യം എന്ത് ചെയ്യണം, പൈത്തൺ പ്രോഗ്രാമാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഉണ്ട്, അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട. ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ് ഐഡിൽ എന്ന് പറയുന്നത്, അഥവാ IDL. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിൽ, ഈ ക്രമത്തിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ അല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ അല്ല വേണ്ടത്, ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം, ഫയലിൽ ന്യൂ ഫയൽ എടുക്കണം. അപ്പോൾ കാണുന്ന ഈ ഒരു വിൻഡോനെയാണ് നമ്മൾ എഡിറ്റർ വിൻഡോ എന്ന് പറയുന്നത്. ഈ എഡിറ്റർ വിൻഡോയിലാണ് നമ്മുടെ പ്രോഗ്രാം, ചോദ്യത്തിൽ എന്താണോ നൽകിയിരിക്കുന്ന പ്രോഗ്രാം അത് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അത് അതേപോലെ നമ്മുടെ എഡിറ്റർ വിൻഡോയിൽ ടൈപ്പ് ചെയ്യും. ഓക്കെ, നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാനിവിടെ ടൈപ്പ് ചെയ്യണം, ആ പ്രോഗ്രാം മുഴുവൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സേവ് ചെയ്യണം. ഓക്കെ, സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. അഥവാ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു എറർ വന്നു പോയാൽ എങ്ങനെയാണ് അത് പരിഹരിക്കുക കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റൈറ്റ് എന്നതൊന്ന് ബാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, സത്യത്തിൽ അത് ഇവിടെ അല്ലല്ലോ വേണ്ടത്, ഒരു സ്പേസ്, ഇൻഡൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സ്പേസ്, ടാബ് സ്പേസ് വേണം നമുക്ക്. തൽക്കാലം ഞാനത് തെറ്റിച്ചു കൊടുക്കുന്നു. ഇനി ഞാനിത് സേവ് ചെയ്യാണ്, ഫയലിൽ സേവ് കൊടുക്കുന്നു, ഫയലിൽ സേവ് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത്, നമ്മുടെ ഹോമിലാണുള്ളത് കേട്ടോ, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യത്തിൽ പറയാതെ exam 10 എന്ന ഫോൾഡറാണ്. ചോദ്യം ഇവിടെ വായിച്ച് നോക്കിയാൽ മതി. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യം ഇവിടെയുണ്ട്. ചോദ്യം വായിച്ച് നോക്കി, exam 10 സേവ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, exam 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫയൽ നെയിം കൃത്യമായിട്ട് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ _question നമ്പർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് എന്ന ബട്ടൺ കാണാലോ, സേവ് എന്നീ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോലും നമുക്ക് അതിലൊരു തെറ്റുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി അത് സേവ് ചെയ്ത് വെച്ചു. നമുക്ക് ആ തെറ്റ് കാണാൻ പറ്റുന്നത് റണ്ണ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം, റണ്ണിൽ റൺ മൊഡ്യൂൾ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് അവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, സിൻടാക്സ് എറർ.
അൺഎക്സ്പെക്റ്റഡ് ഇൻറ്റന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എറർ നമുക്ക് ഇങ്ങനെ കാണാം. ഇത് അൺഎക്സ്പെക്റ്റഡ് ഇൻറ്റന്റ് മാത്രമല്ല, പല എററുകൾ വരാം. എന്താണ് എറർ എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ നോക്കി, നമ്മുടെ എഡിറ്റർ വിൻഡോയിൽ നോക്കി, ഇവിടെ ചെറിയൊരു റെഡ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ, ഒരു റെഡ് ആയിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള എററുകൾ കണ്ടു കഴിഞ്ഞാൽ, ഇത് മാത്രമല്ല പല എററുകളും വരാം, ഇത്തരം എററുകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ചോദ്യം നോക്കുക, എന്നിട്ട് ആ ചോദ്യത്തിലുള്ളത് പോലെ കൊടുക്കുക. ഇത് നമുക്കറിയാം, ഇത് ഫോർ ലൂപ്പ് ആണ്, അതുകൊണ്ട് അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ വരേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഉള്ളിൽ കൊടുക്കുക. ഓക്കെ, കൃത്യമായിട്ട് ടാബ് സ്പേസ് കൊടുക്കാൻ കീബോർഡിലെ ടാബ് എന്ന കീയിലെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടാബ് സ്പേസ് കിട്ടും. അതായത് 4 സിംഗിൾ സ്പേസ് ആണ് ഒരു ടാബ് സ്പേസ് എന്ന രീതിയിൽ എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇത്തരത്തിൽ എന്തെങ്കിലും എറർ വന്നു, മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി സേവ് ചെയ്യുക, ഫയലിൽ സേവ് ചെയ്യുക, ഫയലിൽ സേവ്. ഓക്കെ, ഫയലിൽ സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തതുകൊണ്ട് ആ ഒരു മാറ്റം വരുത്തിയത് അവിടെ തന്നെ സേവ് ആവും. ഇനി റൺ ചെയ്യാം, റൺ മൊഡ്യൂൾ. ഓക്കെ അല്ലേ, നമ്മളോട് ചോദ്യത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്, ഇതിനെ നമ്മുടെ ഇതിലുള്ളത് പോലെ ഔട്ട്പുട്ട് 1നെ ഔട്ട്പുട്ട് 2ലുള്ളത് പോലെ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? കളറിന്റെ കാര്യം നോക്കിക്കോ. ഒന്നെന്താ, ഇവിടെയുള്ള ഈ ഒരു റെഡ് കളർ അല്ലെ, ഈ സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് കളറാണ്. അത് ഔട്ട്പുട്ട് 2ലേക്ക് എത്തുമ്പോൾ ഗ്രീൻ ആയി മാറുന്നുണ്ട്. അതേപോലെ ഈ ഒരു ലൈൻസ് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീൻ കളർ മാറിയിട്ട് റെഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് കളറാണ് അല്ലെ, അതിനെ മാറ്റിയിട്ട് സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു റെഡ് കളറാണ്, അത് മാറ്റിയിട്ട് ഗ്രീൻ കൊടുക്കണം. അതേപോലെ നമുക്ക് ആ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൈറ്റ് 60 ഡിഗ്രിയിലേക്ക് വളയാനും ഫോർവേഡ് 100 ആ ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടിയാണ്, 100 യൂണിറ്റ് നീളമുള്ള ലൈന് വരയ്ക്കാൻ വേണ്ടിയാണ് ഫോർവേഡ് എന്ന കമാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൊടുക്കേണ്ട കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ലൈൻസിന്, ഈ ലൈൻസിന് കൊടുക്കേണ്ട കളറാണ് കളർ എന്ന കമാൻഡ് കൊടുത്ത് ഇവിടെ കൊടുത്തത്. അത് ഗ്രീൻ ആണ്. ആ ഗ്രീന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് 2ലുള്ളത് റെഡ് ആണ്. അപ്പോൾ ആ ഒരു കളർ നമ്മൾ മാറ്റി കൊടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കോഡ് എടുക്കുന്നു, കോഡിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഗ്രീൻ ഉണ്ട് അല്ലേ, നമ്മുടെ ഔട്ട്പുട്ട് 1ൽ ഈ ലൈൻസിന്റെ ഗ്രീൻ ആണ്, അത് മാറ്റിയിട്ട് ഔട്ട്പുട്ട് 2ലുള്ളത് പോലെ റെഡ് ആക്കണം. ആ ഗ്രീന് നമ്മൾ മാറ്റി റെഡ് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം, സർക്കിൾ അല്ലേ, സർക്കിൾ ഇവിടെ 50 എന്ന് പറയുന്നത് 50 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ എന്നാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ അകത്ത് ആ സർക്കിളിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ് അല്ലേ, റെഡ് ആണ് ഓൾറെഡി കൊടുത്തത്. നമുക്കിനി സർക്കിളിന്റെ കളർ റെഡ് അല്ല വേണ്ടത്, ഗ്രീൻ ആണ്. സോ അത് ഗ്രീൻ കൊടുക്കുക. ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ വരുത്തിയിട്ട് എറർ വരുത്തരുത്. ഈ ഒരു, അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ക്വാഡ്സും കാര്യങ്ങളൊന്നും ഒഴിവാക്കരുത്, അതൊക്കെ അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. ഇനി എന്താ വേണ്ടേ, കുറച്ചൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ ഇത്രയും പ്രോഗ്രാമില്ലേ, ഇത്രയും കോഡുകളില്ലേ, ഇത്രയും കോഡുകൾ കൊടുത്തത് എന്തിനാണെന്നറിയോ, ഈ ലൈന് നിങ്ങൾ നോക്കണ്ട, ഈ കളർ മുതൽ ഈ ലാസ്റ്റത്തെ സർക്കിൾ വരെയുള്ള ഇത്രയും കോഡ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു ലൈന് വരച്ചിട്ട് ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ, ഈ ലൈന് വരച്ച് ഈ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി മാത്രമുള്ള കോഡാണ് ഈ 5 എണ്ണം. ഈ 5 ലൈന് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു ലൈനും വന്നു, ഈ ഒരു സർക്കിളും വന്നു. ഈ ലൈനും ഈ സർക്കിളും വരുന്ന ഈ ഒരു കോഡുകൾ എത്ര തവണ ആവർത്തിക്കണം, എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഫോർ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഫോർ എന്ന് കൊടുത്താൽ ഇതൊരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ കോഡുകളൊക്കെ തന്നെ ഈ റേഞ്ചിൽ കൊടുത്തിരിക്കുന്ന അത്രയും തവണ എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ ഈ ലൈൻസ് എന്തിനാ, ഈ വര വരച്ച് ഈ സർക്കിൾ കൂടി വരക്കാനാണ്. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും 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 നടക്കണം അല്ലേ. അത് എത്ര തവണ നടക്കണം, ഇവിടെ 5 എന്ന് കൊടുത്തത് കൊണ്ടാണ് 1, വീണ്ടും അടുത്ത ലൈന് ഒന്നുകൂടി 2, 3, 4, 5 എന്ന് വന്നത്. അപ്പോൾ ഈ ലൈൻസ് ഇവിടെ എത്തുമ്പോൾ എത്ര തവണ, ഒന്നും കൂടി വന്നിട്ടുണ്ട് അല്ലേ. ഒരു ലൈന് വരച്ച് വീണ്ടും ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അതായത് 5 അല്ല 6 തവണ നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിത് 6 തവണ അതേ ഇതന്നെ ടൈപ്പ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഫോർ ലൂപ്പിൽ ഓൾറെഡി 5 ആണുള്ളത്, അതുകൊണ്ടാണ് 5 വട്ടം വന്നത്. ഈ 5 മാറ്റി 6 കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഡ്സുകൾ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ 6 തവണ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പൊതുവെ ഇത്തരത്തിലുള്ള ലൂപ്പിലുള്ള റേഞ്ചിലുള്ള ആ ഒരു നമ്പേഴ്സൊക്കെ മാറ്റിയുള്ള പ്രവർത്തനങ്ങൾ വരാറുണ്ട്, ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 5 ആണുള്ളത്, അത് മാറ്റി 6 കൊടുക്കുക. അപ്പോൾ കളറും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. ആ ലൂപ്പ് നമ്മൾ 5 തവണയാണ് നമ്മൾ റൺ ചെയ്യിപ്പിച്ചത്, അതായത് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചത്. അത് നമ്മൾ 6 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെയും കൂടി അത് വരും, 6ാമത്തതും കൂടി വരും. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ
ഒന്നുകൂടി സേവ് ചെയ്ത് റൺ ചെയ്യാം. ഫയലിൽ സേവ് കൊടുക്കാം. ഇനി അഥവാ നിങ്ങളിവിടെ സേവ് ചെയ്യാൻ വിട്ടുപോയി, മാറ്റം വരുത്തിയിട്ട് സേവ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. റൺ മൊഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയും, റൺ ചെയ്യുന്നതിന് മുമ്പ് പറയും, നിങ്ങളോട് പറയും അത് സേവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമ്മളിത് ഓൾറെഡി സേവ് ചെയ്തു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ആക്കിയിട്ട് നമ്മളിത് റൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് റൺ ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് ഈ ഔട്ട്പുട്ട് 2-ലുള്ളതുപോലെ മാറിയിട്ട് ആ ഒരു പൈത്തൺ ഫയൽ .py എന്ന എക്സ്റ്റൻഷനോട് കൂടിയുള്ള ആ ഒരു പൈത്തൺ ഫയൽ നമ്മുടെ ഫോൾഡറിൽ നമ്മൾ സേവ് ആക്കി വെച്ച് കഴിഞ്ഞു. ഈ ഒരു പ്രവർത്തനവും നമ്മൾ അടിപൊളിയായി കംപ്ലീറ്റ് ചെയ്തു.